ഒരിക്കൽ ഒരു രാജാവ് തന്റെ പരിവാരങ്ങളോടൊപ്പം നായാട്ടിനിറങ്ങി. നായാട്ടിന്റെ ആനന്ദങ്ങളിലും മറ്റും മുഴുകി മുന്നോട്ടു പോയപ്പോൾ അദ്ദേഹം വിചിത്രമായൊരു കാഴ്ച കണ്ടു. ഒരു വലിയ ചിതൽപുറ്റ് താഴെ പുൽമേടിനടുത്ത് സ്ഥിതി ചെയ്യുന്നു. രാജാവ് വലിയ കൗതുകത്തോടെ ആ ചിതൽപുറ്റിന്റെ അടുത്തെത്തുകയും അതിനെ വീക്ഷിക്കുകയും ചെയ്തു. പെട്ടെന്നാണ് രാജാവിന്റെ കണ്ണുകൾ ചിതൽപുറ്റിന്റെ ചുവന്ന തിളങ്ങുന്ന കണ്ണുകളിൽ ഉടക്കിയത്. അദ്ദേഹം വീണ്ടും വീണ്ടും അങ്ങോട്ട് തന്നെ സൂക്ഷിച്ചു നോക്കി. എന്നിട്ട്, എന്ത്, ചിതൽപുറ്റിന് കണ്ണുകളോ? അദ്ദേഹത്തിന് ആശ്ചര്യം തോന്നി. പിന്നെ ജന്മന ആകാംക്ഷയുള്ള രാജാവ് 2 കമ്പുകൾ എടുത്ത് ചിതൽപുറ്റിന്റെ കണ്ണുകൾ കുത്തി നോക്കി. ഉടനെ അപ്രതീക്ഷിതമായി ആ കണ്ണുകളിൽ നിന്ന് രക്തം ധാരധാരയായി പുറത്തേക്കൊഴുകി. പിന്നാലെ ഒരു ആർത്തനാദവും. രാജാവ് ഞെട്ടി വിറച്ചുപോയി. അപ്പോൾ ആ ചിതൽപുറ്റിനകത്ത് നിന്ന് ഒരു യോഗിവര്യനായ താപസൻ പ്രത്യക്ഷപ്പെട്ടു. ആ താപസൻ ഉച്ചത്തിൽ കരഞ്ഞുകൊണ്ട് രാജാവിനോട് ചോദിച്ചു, രാജാവേ, അങ്ങ് എന്ത് അപരാധമാണ് ഈ കാണിച്ചത്? തപസ് ചെയ്തിരുന്ന എന്റെ 2 കണ്ണുകളും അങ്ങ് കുത്തിപ്പൊട്ടിച്ചല്ലോ. കണ്ണുകളില്ലാതെ ഞാൻ ഇനി എങ്ങനെ ജീവിക്കും? അക്ഷരാർത്ഥത്തിൽ രാജാവ് ഞെട്ടിപ്പോയി. താൻ ചെയ്ത അവിവേകത്തിന്റെ സത്യാവസ്ഥ അപ്പോഴാണ് രാജാവിന് ബോധ്യമായത്. കൂടെയുള്ള മന്ത്രിയും പരിവാരങ്ങളും അമ്പരന്ന് നിൽക്കുന്ന ആ വേളയിൽ രാജാവ് ആ താപസന്റെ കാൽക്കൽ സാഷ്ടാംഗം വീണ് മാപ്പിരന്നു. മഹാമുനെ, എന്നോട് ക്ഷമിക്കണേ. ഞാൻ ജന്മനായുള്ള ആകാംക്ഷ നിമിത്തം വീണ്ടും വിചാരമില്ലാതെ ചെയ്തു പോയതാണ്. താപസൻ പറഞ്ഞു, പ്രഭോ, തെറ്റ് തന്നെയാണ്. ആര് ചെയ്താലും. അങ്ങ് എന്നെ ഇപ്പോൾ അന്ധനാക്കി. ഞാൻ എന്തു ചെയ്യും? കണ്ണു കാണാതെ ഞാൻ എങ്ങനെയാണ് ജീവിക്കുക? എങ്ങനെ എനിക്ക് മുന്നോട്ടു പോകാൻ സാധിക്കും? രാജാവിന് ഉത്തരം മുട്ടി. എങ്കിലും വീണ്ടെടുത്ത ആത്മവിശ്വാസത്തിൽ അദ്ദേഹം പറഞ്ഞു, മുനെ, ഭാവി ജീവിതത്തെക്കുറിച്ച് അങ്ങ് ഒട്ടും വിഷമിക്കേണ്ട. അങ്ങയെ പരിചരിക്കാൻ 100-ലധികം ദാസിമാരെ ഞാൻ അങ്ങയുടെ ആശ്രമത്തിൽ നിർത്താം. 100-ലധികമോ? അവരെ ഉൾക്കൊള്ളാനുള്ള വലിപ്പമൊന്നും എന്റെ ആശ്രമത്തിലില്ല രാജൻ. എനിക്ക് വേണ്ടത്... ആ താപസൻ പറഞ്ഞൊപ്പിച്ചു. പറയൂ മുനെ, എന്താണ് അങ്ങേക്ക് വേണ്ടത്? കൊട്ടാരത്തിൽ വന്ന് താമസിക്കണോ? അതോ 10 തലമുറയ്ക്ക് ജീവിക്കാനുള്ള സമ്പത്ത് വേണോ? പറയൂ. രാജാവ് പ്രതീക്ഷയോടെ മുനിയുടെ മുഖത്തേക്ക് നോക്കി. അപ്പോൾ താപസൻ തുടർന്നു, രാജൻ, എനിക്ക് കൊട്ടാരമോ പണമോ ആവശ്യമില്ല. പക്ഷേ എന്നെ സംരക്ഷിക്കാൻ ആത്മാർത്ഥതയുള്ള ഒരാളെ വേണം. അതെ മുനെ, തീർച്ചയായും ആത്മാർത്ഥതയുള്ള എത്ര പേരെയെങ്കിലും തരാം. രാജാവ് ഭവ്യതയോടെ ഉണർത്തിച്ചു. രാജൻ, എനിക്ക് ഏറെ പേരെയൊന്നും വേണ്ട. ഒരേ ഒരാൾ മതി. ഒരേ ഒരാളോ? അതാരാണ്? രാജാവ് ജിജ്ഞാസയോടെ ചോദിച്ചു. അങ്ങയുടെ ഒരേ ഒരു മകളെ എനിക്ക് വിവാഹം ചെയ്തു തരുമോ? രാജാവ് ഞെട്ടി വിറച്ചുപോയി. തന്റെ സുന്ദരിയായ ഒരേ ഒരു മകൾ ഈ വൃദ്ധയായ താപസന്? അത് സാധ്യമല്ല, രാജാവ് ഉറക്കെ പറഞ്ഞു. എങ്കിൽ എന്റെ ശാപം നിങ്ങളുടെ മേലുണ്ടാവും. നിങ്ങളും നിങ്ങളുടെ സാമ്രാജ്യവും ഉടനെ നശിക്കും. മുനെ, അങ്ങനെ പറയരുത്. എന്റെ പിതാമഹന്മാരാൽ പടുത്തുയർത്തിയ രാജ്യമാണിത്. ഒരൊറ്റ നിമിഷത്തിൽ അത് നശിക്കുക എന്നാൽ... രാജാവിന് മുഴുമിപ്പിക്കാൻ കഴിഞ്ഞില്ല. അതെ രാജൻ, അങ്ങയുടെ മകൾ. അങ്ങ് ആലോചിച്ചു നോക്കൂ. ഞാൻ സമയം തരാം. ഇപ്പോൾ എന്നെ ആശ്രമത്തിലേക്കൊന്ന് എത്തിക്കൂ. മുനിയുടെ ആഗ്രഹപ്രകാരം രാജാവ് മുനിയെ ആശ്രമത്തിലാക്കി കൊട്ടാരത്തിലേക്ക് തിരിച്ചുപോയി. നായാട്ടിന് പോയ രാജാവ് ദുഃഖിതനായി തിരിച്ചു വരുന്നത് കണ്ടപ്പോൾ രാജ്ഞിയും രാജകുമാരിയും അന്തം വിട്ടു. രാജാവ് സംഭവിച്ച കാര്യങ്ങളെല്ലാം അവളെ ധരിപ്പിച്ചു. അരുമയായ മകളെ ഞാൻ എങ്ങനെയാണ് ആ താപസന് വിട്ടുകൊടുക്കുക? രാജാവ് കരയാൻ തുടങ്ങി. പക്ഷേ നമ്മുടെ രാജ്യം... അത് കേട്ട രാജ്ഞി പരിഭ്രാന്തയായി. പക്ഷെ മകൾ വളരെ ബുദ്ധിമതിയായിരുന്നു. അവൾ പറഞ്ഞു, പിതാവേ, അങ്ങ് ചെയ്ത ഒരു വലിയ തെറ്റിന് പ്രായശ്ചിത്തം ചെയ്യേണ്ടത് മകളായ എന്റെ കടമയാണ്. ഞാൻ ഈ വിവാഹത്തിന് തയ്യാറാണ്. രാജാവ് തകർന്നു പോയി. മകളുടെ വാക്കുകൾ വിശ്വസിക്കാൻ കഴിയാതെ അദ്ദേഹം ഭാര്യയുടെ മുഖത്തേക്ക് തകർന്ന പോലെ നോക്കി. രാജ്ഞി അതിദയനീയമായി രാജാവിനെയും. മകൾ തന്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നപ്പോൾ രാജാവും രാജ്ഞിയും നിസ്സഹായരായി. അവൾ വീണ്ടും പറഞ്ഞു, എന്നെ ഉടനെ തന്നെ
മുനിയുടെ ആശ്രമത്തിലേക്ക് അയച്ചോളൂ. അങ്ങനെ രാജാവ് മകളെ പരിവാരങ്ങളോടൊപ്പം ആശ്രമത്തിലേക്ക് ആനയിച്ചു. ലളിതമായ വിവാഹ ചടങ്ങിൽ രാജകുമാരി ആ വൃദ്ധനായ മുനിക്ക് സ്വന്തമായി. രാജാവും പരിവാരങ്ങളും ദുഃഖത്തോടെ കൊട്ടാരത്തിലേക്ക് മടങ്ങി. രാജാവിന്റെ ഹൃദയം തകർന്ന തരിപ്പണമായിരുന്നു. തുടക്കത്തിൽ രാജകുമാരിക്ക് മുനി തന്റെ പിതാവിന്റെ പോലെയായിരുന്നു. അവൾ ആ ആശ്രമത്തിലെ ചിട്ടവട്ടങ്ങൾ വളരെ പെട്ടെന്ന് മനസ്സിലാക്കുകയും ഒരു പരിചാരികയെപ്പോലെ ആശ്രമത്തെയും മുനിയെയും സംരക്ഷിക്കുകയും ചെയ്തു. രാജകീയ വസ്ത്രങ്ങൾ അഴിച്ചുവെച്ച് കാഷായ വസ്ത്രങ്ങൾ സ്വീകരിക്കുകയായിരുന്നു അവൾ ആദ്യം ചെയ്തത്. പിന്നെ ആത്മാർത്ഥമായി വൃദ്ധനായ തന്റെ ഭർത്താവിനെ പരിചരിക്കുകയും സ്നേഹിക്കുകയും ചെയ്തു. സത്യത്തിൽ മുനിയുടെ ഉള്ളിൽ അവളോട് വല്ലാത്ത ദയയും സ്നേഹവും ഇരട്ടിച്ചു. താൻ ചെയ്തത് ഒരു വല്ലാത്ത അപരാധമായോ എന്ന് അദ്ദേഹത്തിന് തോന്നാതിരുന്നില്ല. പക്ഷേ സ്നേഹനിധിയായി അവളെ വിട്ടുകൊടുക്കാൻ മുനി തയ്യാറായതുമില്ല. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഹോമത്തിനായുള്ള പൂക്കൾ ശേഖരിക്കാൻ പോയ സമയത്ത് ദേവേന്ദ്രൻ ആകസ്മികമായി അവളെ കണ്ടുമുട്ടി. കണ്ട മാത്രയിൽ തന്നെ അദ്ദേഹത്തിന് അവളോട് കലശലായ അനുരാഗം പിടിപെട്ടു. അവളെ എങ്ങനെയെങ്കിലും സ്വന്തമാക്കണമെന്ന് അയാൾ ഉറപ്പിച്ചു. ഉടനെ ഒരു യുവാവിന്റെ രൂപത്തിൽ വേഷം മാറി ദേവേന്ദ്രൻ അവളുടെ അരികിലെത്തുകയും ഈ കൊടുങ്കാട്ടിൽ സുന്ദരി നീ എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു. ഞാൻ എന്റെ ഭർത്താവിന്റെ ഹോമത്തിനായി പൂക്കൾ ശേഖരിക്കുകയാണെന്ന് അവൾ മറുപടി പറഞ്ഞു. ഭർത്താവോ? ഈ ചെറുപ്രായത്തിലോ? അതും ഒരു താപസൻ? പുരിക കൊടിയുയർത്തി അയാൾ ആരാഞ്ഞു. അതെ, ഞാൻ വിവാഹിതയാണ് എന്ന് മാത്രം മറുപടി പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോയി. പിന്നീടുള്ള ദിവസങ്ങളിലും ദേവേന്ദ്രൻ അവളെ കാട്ടിൽ വെച്ച് കാണുകയും തന്റെ പ്രണയം അറിയിക്കുകയും ചെയ്തു. അവൾ നിരസിച്ചപ്പോൾ വിവാഹ അഭ്യർത്ഥനയുമായി ഇന്ദ്രൻ അവളുടെ പിന്നാലെ കൂടി. എങ്ങനെയാണ് അവിടെ നിന്ന് രക്ഷപ്പെട്ടത് എന്ന് അവൾക്ക് അറിയില്ലായിരുന്നു. ഒടുവിൽ എല്ലാ സംഭവവും അവൾ തന്റെ മുനിയോട് ധരിപ്പിച്ചു. അതിനാൽ അദ്ദേഹവും പിന്നീടുള്ള ദിവസങ്ങളിൽ അവളെ അനുഗമിച്ചു. അന്ന് അവിചാരിതമായി ഇന്ദ്രനെ വീണ്ടും കണ്ടുമുട്ടി. അപ്പോൾ ഇന്ദ്രനൊരു ഉപായം കണ്ടുവച്ചിരുന്നു. അത് അദ്ദേഹം പ്രാവർത്തികമാക്കാൻ തുടങ്ങി. മുനിയെയും ഭാര്യയെയും ഒരു നദിക്കരയിലേക്ക് ക്ഷണിക്കുകയും സ്നാനത്തിനായി മുനിയെ നിർബന്ധിക്കുകയും ചെയ്തു. ഇന്ദ്രന്റെ കൂടെ 2-3 സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു. അങ്ങനെ ആ നദിയിൽ 5 പേർ ഒരുമിച്ച് സ്നാനം ചെയ്യാനിറങ്ങി. സ്നാനം ചെയ്തതിനു ശേഷം എല്ലാവരും ഒരുമിച്ച് നദിയിൽ നിന്നും ഉയർന്നു വന്നു. രാജകുമാരിക്ക് അപ്പോൾ തന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. 5 പേരും ഒരേ രൂപത്തിലും ഭാവത്തിലും. യുവത്വത്തിന്റെ തെളിമയിൽ അവർ ആകെ പ്രകാശിക്കുന്നു. അപ്പോൾ ഉച്ചത്തിൽ ആ 5 പേരും വിളിച്ചു പറഞ്ഞു, ഭവതി, അങ്ങയ്ക്ക് ഞങ്ങളിൽ ആരെയെങ്കിലും ഒരാളെ വിവാഹം കഴിച്ച് സുഖമായി ജീവിക്കാം. ആരെയെങ്കിലും ഒരാളെ തെരഞ്ഞെടുക്കൂ. രാജകുമാരി ഞെട്ടിപ്പോയി. എങ്ങനെയാണ് താൻ തന്റെ ഭർത്താവിനെ തെരഞ്ഞെടുക്കുക എന്നോർത്ത് അവൾ ആകെ വിഷമിച്ചു. എന്നിട്ട് എല്ലാവരെയും മാറി മാറി വീക്ഷിക്കാൻ തുടങ്ങി. പക്ഷേ എല്ലാവരുടെയും ചിരിയും മുഖവും ഭാവവും എല്ലാം ഒരുപോലെ. അവൾ ആകെ വിഷണ്ണയായി. ഒടുവിൽ ആ പ്രകൃതിയെ തന്നെ വിളിച്ചപേക്ഷിച്ച് കരഞ്ഞ് അവൾ ഒന്നുകൂടി അവരെ സൂക്ഷിച്ചു നോക്കി. അപ്പോൾ അതിലൊരാൾ ഇടയ്ക്കിടയ്ക്ക് കണ്ണു ചിമ്മുന്നതായും കണ്ണിന് ഏറെ ചുവപ്പ് നിറം അനുഭവപ്പെട്ടതായും അവൾക്ക് തോന്നി. അവൾ ഉറപ്പിച്ചു, ഇത് തന്നെയാണ് തന്റെ ഭർത്താവ്, തന്റെ പിതാവിനാൽ അന്ധനായി തീർന്ന തന്റെ ഭർത്താവ്. അവൾ സന്തോഷത്തോടെ അയാളുടെ അടുത്തേക്ക് ഓടുകയും അദ്ദേഹത്തെ പുണരുകയും ചെയ്തു. യഥാർത്ഥത്തിൽ അയാൾ തന്നെയായിരുന്നു അവളുടെ ഭർത്താവ്. ഇളിമ്പ്യനായ ദേവേന്ദ്രനും അനുയായികളും നദിയിൽ നിന്ന് പുറത്തു വരികയും അവളോട് മാപ്പിരന്ന് അനുഗ്രഹിച്ച് അവിടെ നിന്ന് പോയി. പിന്നീട് രാജകുമാരിയും യുവാവായി തീർന്ന മുനിയും ഏറെ നാൾ സന്തോഷത്തോടെ ജീവിച്ചു.